Hi, I'm Dr. Prabin Bide, dermatologist at Cuties International, Cochin. ഇന്ന് നാഷണൽ സൺസ്ക്രീൻ ഡേ ആണ്, May 27. സൺസ്ക്രീൻ എല്ലാം തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സൺസ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്? അതിനുപയോഗിക്കുന്നതിന് ഒരു ഇമ്മീഡിയറ്റ് എഫക്ട്സും ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്ട്സും ഉണ്ട്. ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ടാനിങ് അല്ലെങ്കിൽ സൺബേൺ ഒക്കെ ഒഴിവാക്കാനായിട്ട് സൺസ്ക്രീൻ സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ ലോങ് ടേം എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ പ്രിവെൻഷൻ, അതുപോലെ ഏജിങ് പ്രിവെൻഷൻ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, ഫ്ലെക്കേഴ്സ്, ലെൻഡിജീൻസ് ഒക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സൺസ്ക്രീൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഒരു SPF, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ എടുക്കുക. അതുകൂടാതെ തന്നെ UVA, UVB പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കൂടാതെ തന്നെ എങ്ങനെയാണ് ഒരു സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്? ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് വെയിലുള്ള സമയത്താണ് പുറത്ത് പോകുന്നതെങ്കിൽ ക്ലോത്ത് വെച്ച് കവർ ചെയ്യാത്ത അൺഎക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഒന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നമ്മുടെ ഫേസ്, ഇയറിൽ, നെക്കിൽ, കയ്യിലൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഒരു 2 hours കഴിയുമ്പോൾ സൺസ്ക്രീൻ ഒന്ന് റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട എത്ര ക്വാണ്ടിറ്റി ആണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും. അപ്പോൾ ഒരു സിമ്പിൾ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ടീസ്പൂൺ ഒരു മുഖത്തും നെക്കിലുമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേ ഒരു അളവ് തന്നെ നമുക്ക് കയ്യിലും അല്ലെങ്കിൽ കാലിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സൺസ്ക്രീൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. സൺ പ്രൊട്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.